ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ ഒരു ലൈഫ് ഇൻഷുറൻസിനെ നമുക്ക് ചാരിറ്റി ആയിട്ട് മാറ്റാൻ കഴിയും. നമ്മൾ പലരും ലൈഫ് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അതുപോലെ അതിൽ നമുക്ക് നോമിനിയെ വയ്ക്കാനുള്ള ഒരവസരവും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസികളിലായാലും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിലായാലും നമ്മൾ നോമിനിയെ ആഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മൾ എടുത്തിരിക്കുന്ന പോളിസിയുടെ തുക ലഭിക്കാൻ ഒരു വ്യക്തി ഉണ്ടാവണം. അത് നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാകുമ്പോൾ അവർക്ക് അവരുടെ ജീവിതം സംരക്ഷിക്കാനുള്ള ഒരു തുകയാണ് ലഭിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നോമിനിയെ വയ്ക്കാറുണ്ട്. അതുപോലെ നമ്മൾ നോമിനിയെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് വേണമെങ്കിൽ അതൊരു ചാരിറ്റി ആക്കി മാറ്റാൻ സാധിക്കും. ഇൻ കേസ് ഇപ്പം നമുക്ക് വേറെ ബാധ്യതകളൊന്നുമില്ല, കുടുംബത്ത് വേറെ ബാധ്യതകളൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് ഒരു ചാരിറ്റി ആയിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റിന് നമ്മൾ ഒരു പോളിസി അസൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നോമിനി ആയിട്ട് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ ഒരു പോളിസിയുടെ തുക അവർക്ക് നമ്മളുടെ ഒരു ഇഷ്ടദാനം പോലെ അവർക്ക് ലഭിച്ചുകൊള്ളും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ചാരിറ്റി ആയിട്ട് അത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പോലും നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ വേണമെങ്കിലും ഒരു മെച്യൂരിറ്റി എമൗണ്ട് കിട്ടുന്ന ഒരു സമയത്ത് അതിനെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നോമിനിയായിട്ട് നമുക്ക് ഏതെങ്കിലും ട്രസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഒരു ചാരിറ്റി ആ ടൈമിൽ അവർക്ക് ഈ ഒരു പോളിസിയുടെ തുകയിൽ നിന്നും ലഭിക്കും. അങ്ങനെ നമുക്ക് അതിനെ ചാരിറ്റി ആക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ലൈഫ് ഇൻഷുറൻസിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തവർക്ക് പോലും ചാരിറ്റി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കുക. അപ്പം നമ്മൾ കുറേ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊക്കെ നമുക്ക് എമൗണ്ട് അടച്ചുകൊണ്ട് ഒരു വലിയ തുക അവർക്ക് ദാനമായിട്ട് അല്ലെങ്കിൽ ചാരിറ്റി ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു ഗുണവും കൂടിയുണ്ട്. നമ്മൾക്ക് ഇപ്പൊ ലൈഫ് ഇൻഷുറൻസിൽ തന്നെ ക്യാൻസർ കവർ പോളിസി ഉണ്ട്, LICയുടെ ക്യാൻസർ കവർ പോളിസി. ഞാൻ മറ്റൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രാധാന്യം, അത് എടുക്കേണ്ടതിന്റെ ആവശ്യം, ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പോളിസി എടുത്താലും അതും ഒരു ചാരിറ്റി തന്നെയാണ്. കാരണം അത് നമ്മൾക്ക് ആവശ്യം വന്നാൽ നമ്മൾക്കത് ബെനിഫിറ്റ് നേടാമെന്നും നമ്മൾക്ക് ആവശ്യം വരാതിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം മറ്റുള്ളവർക്ക് ഒരു ചാരിറ്റി ആയിട്ട് കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പാണ് ആ ഒരു കാര്യം കൊണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന ഓരോ പ്രീമിയത്തിലും അതിന്റെ ബെനിഫിറ്റ് ചിലപ്പോൾ നമ്മൾ മെച്യൂരിറ്റി എമൗണ്ട് ആണ് വാങ്ങുന്നതെങ്കിൽ അതിൽ ബെനിഫിറ്റ് നേടുന്നത് മറ്റ് ഡെത്ത് സംഭവിക്കുന്നവർക്ക് നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിന് ഒരു തുക, എല്ലാവരെയും കൂടി ഉള്ള പ്രീമിയ തുക എടുത്തിട്ടാണ് മറ്റുള്ളവർക്ക് ഒരു ഡെത്ത് ബെനിഫിറ്റിനൊക്കെ പോകുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ക്യാൻസർ കവർ പോളിസിയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ആവശ്യം വന്നാൽ നമ്മൾ അടയ്ക്കുന്ന ആ പ്രീമിയം അതൊരു ചാരിറ്റി പോലെ മറ്റുള്ളവരിലേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസികളെ നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് കൂടുതൽ അറിവ് നിങ്ങൾക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ള കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.